കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാനഡയിൽ ഒരു ആൻറ്റി ഇമിഗ്രൻറ്റ് പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ പ്രമുഖമായിട്ടുള്ള വാർത്താ ചാനലുകളും അത് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. കാനഡയിൽ ഇമിഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്യണം, ഇപ്പോൾ ഉള്ള ആൾക്കാർക്കൊന്നും PR ഇനി കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊട്ടസ്റ്റുകളാണ് ടൊറൻറ്റോയിലും അങ്ങനെ മേജർ സിറ്റീസിലൊക്കെ നടക്കുന്നത്. ചില സ്ഥലത്തൊക്കെ മൈഗ്രേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും മൈഗ്രേഷനെ എഗൻസ്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരും തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും അതിനുശേഷം കയ്യേറ്റത്തിൽ കലാശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് എന്ന രീതിയിൽ കാനഡയിലെ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണി ഇമിഗ്രേഷനിലൊക്കെ ചേഞ്ച് കൊണ്ടുവരാനാണ് ഇനിയും ആലോചിക്കുന്നത് എന്നാണ് അദ്ദേഹം ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. Carrying the flag, they marched through the streets of Canada's most multicultural city, voicing their opinions on immigration policy in this country. I'm not saying no to immigrants. I say we need to slow it down. We need to be more, careful about who we bring into this country. Joanna Jarm is the founder of the Canada First movement. Our duty is to uphold our history, protect our culture and identity. This is why we're here today. Today, he organized a rally that began in Christie Pitts on the same day as similar rallies in other cities around the world, inviting like-minded Canadians to stand up for their beliefs. When my parents came here in 1954, they assimilated. We're Catholic, but we don't wear it on our sleeve. Also in the same park, a larger and louder protest against the Canada First rally. Not in our park, not in our community. You're not spreading that kind of racism and division in our neighbourhoods. The counter-protesters encircled the Canada First rally, Toronto police forming a barrier between the two groups. And when the Canada First rally took to the streets, it only took a few steps before the skirmishes began. Police ended up closing Bloor Street for a period of time. Tactical officers with riot weapons moved in. Although the crowd dispersed without issue, many rejoined the march, which made its way along Bloor before heading south, protesters shouting down the marchers all the way along the route. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാനഡ നമുക്കെല്ലാം അറിയാവുന്ന പോലെ മൈഗ്രേഷനെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജ്യമാണ്. വർഷങ്ങളായി ഇഷ്ടംപോലെ ആൾക്കാരാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നൊക്കെ ഇവിടെ കാനഡയിൽ വന്ന് സെറ്റിൽ ചെയ്യുകയും നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ റീസെൻ്റായിട്ട് കനേഡിയൻസിൻ്റെ ഇടയിലെല്ലാം ഒരു ആൻറ്റി ഇമിഗ്രൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിങ്സാണ് വന്നു തുടങ്ങുന്നത്. അതിനെല്ലാം കാരണമെന്ന് പറയുന്നത് ഈ പുതിയതായിട്ട് മൈഗ്രേറ്റ് ചെയ്ത പല ആൾക്കാരും അവരുടെ പ്രവർത്തികൾ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം മലയാളികൾ തന്നെ നമ്മളെല്ലാം ഓണം ആഘോഷിക്കാറുണ്ട്. നാട്ടിലൊക്കെ ഒരു ദിവസമാണ് ഓണം ആഘോഷിക്കുന്നതെങ്കിൽ കാനഡയിലൊക്കെ ഓണത്തിനൊക്കെ 2 മാസം മുമ്പും ഓണത്തിന് ശേഷവും ഒക്കെയാണ് ഇവിടെ ആഘോഷങ്ങൾ നടക്കുന്നത്. അങ്ങനെ ആഘോഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ മലയാളികളൊക്കെ നാട്ടിൽ നിന്നൊക്കെ മാറി ദൂര സ്ഥലത്ത് നിൽക്കുമ്പോൾ എല്ലാ ആഘോഷങ്ങളും ഇവിടെ ഉള്ളവരൊക്കെ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ആഘോഷിക്കുമ്പോൾ ഒന്നുകിൽ ഒരു വീടിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാള് ബുക്ക് ചെയ്തിട്ട് അതിനകത്തോ അതുമല്ല ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി പാർക്കിലൊക്കെ ആഘോഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ ടൊറൻറ്റോയിലെ ഒരു മെയിൻ റോഡിൻ്റെ നടുക്ക് ഒരു ഓണാഘോഷം നടത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നാട്ടിൽ നമ്മൾ പണ്ടൊക്കെ റോഡിൻ്റെ നടുവിലൊക്കെ ആയിട്ട് വടംവലി നടത്തുകയും ഓണാഘോഷങ്ങൾ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് കണ്ടു നിൽക്കുന്നവർക്കൊന്നും ഒരിക്കലും ബുദ്ധിമുട്ട് വരാറില്ല. കാരണം അവരെല്ലാവരും മലയാളികളാണ്, എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. എന്നാൽ കാനഡ പോലത്തെ രാജ്യത്ത് മൾട്ടി കൾച്ചറലായിട്ടുള്ള മൾട്ടിനാഷണലായിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മളൊരു ഓണം റോഡിൻ്റെ നടുവിൽ നിന്ന് ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഞാനിപ്പം പറഞ്ഞ ഉദാഹരണം അവരുടെ ലിസ്റ്റിനകത്തെ ഒരു കാരണം മാത്രമാണ്. അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കാരണങ്ങളാണ് കനേഡിയൻസിനുള്ളിൽ തന്നെ ആൻറ്റി ഇമിഗ്രേഷന് അല്ലെങ്കിൽ ഈ വന്നിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇത്രയും പേര് വന്നതുകൊണ്ട് നമ്മുടെ കൾച്ചറിനൊക്കെ ഒരു വൻ ചേഞ്ചസ് ആണ് വരുന്നത്. ഇന്ത്യയിലെ കൂട്ടുള്ള പല ആഘോഷങ്ങളും ഇവിടെ നടത്തുന്നു, അവരുടെ നോർമൽ അവർ ജീവിച്ച രീതികളൊക്കെ മാറ്റം വരുന്നു എന്നൊക്കെ കണ്ടിട്ടാണ് ആൻറ്റി ഇമിഗ്രൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് അവർ കണ്ടക്ട് ചെയ്യുകയൊക്കെ ചെയ്തത്. ഇതുകൂടാതെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റും ഹൗസിംഗ് ക്രൈസിസും ഹെൽത്ത് കെയറിലെ പ്രോബ്ലംസും എല്ലാം ഉണ്ട്. ഇത്രയധികം പ്രൊട്ടസ്റ്റുകൾ ഇവിടെ നടക്കുന്ന കൂട്ടത്തിൽ തന്നെ കാനഡയുടെ ഓപ്പോസിഷൻ ലീഡറായിട്ടുള്ള പിയർ പൊലീഫും അവർ വലിയ റിഫോമൊക്കെ നടത്താനാണ് പ്ലാൻ ചെയ്യുന്നത് എന്നോട് പറയുമ്പോൾ പ്രധാനമന്ത്രി സമ്മർദ്ദത്തിലാവുകയാണ്. എങ്ങനെ ഇമിഗ്രേഷൻ്റെ പോളിസികളിലൊക്കെ ഒരു മേജറായിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരും എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയാൻ നിർബന്ധിതനായത്. Outlining his priorities before Parliament's return, the Prime Minister says more changes are coming to an immigration system he calls unsustainable. It's clear that we have to work to continue to improve our overall immigration policies. We're working on that, setting those goals.
adjusting and working to ease the strain on housing. That commitment comes as public opinion moves sharply against more newcomers. Nearly 3/4 of Canadians now favor slashing immigration, according to a new survey. The country added roughly 1 million people a year for 3 years in a row, an influx that is testing housing and healthcare capacity, and Canadians' patience for explosive growth. It's too high. They've brought in too many people in too short a period of time. The Conservatives are taking a harder line than they have in the past, demanding the temporary foreign worker program be scrapped to bring the numbers down. We have a state-sponsored intervention that supports an indentured underclass instead of promoting policies that employ Canadian workers. Even in Carney's caucus, there's pressure to curb the program, including from the MP who used to manage immigration. We also have to have a conversation, I think, with industry that has gotten addicted to temporary work in Canada. Immigrant rights groups are pushing back, saying population growth has already stalled out after cuts by the last government. ഇപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ്റെ ഒരു ട്രോയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. കാനഡയിൽ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലൊക്കെ വന്നിട്ട് ഇവിടെ പഠനത്തിന് ശേഷം ഒരു PR വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർക്കെല്ലാം ഇത് വലിയൊരു തിരിച്ചടിയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ അടുത്ത സമയത്തെങ്ങും 500 താഴെ ഒരു ഡ്രോ പോലും അവർ കണ്ടക്ട് ചെയ്തിട്ട് പോലുമില്ല. കാനഡയുടെ ഇമിഗ്രേഷൻ പോളിസിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വരുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.